യാതൊന്ന് ബ്രഹ്മലോകം മുതൽ സ്ഥാവര പര്യന്തം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവരാശിക്ക് ലഭിക്കപ്പെടുന്നില്ല. അതിനുവേണ്ടി തന്നെ വിവേകമുള്ളവൻ യജിക്കണം. വിഷയസുഖമാകട്ടെ കാലശക്തിയാൽ പ്രാചീന കർമ്മത്തിൽ നിന്ന് ദുഃഖം പോലെ യത്നം കൂടാതെ സർവത്ര ലഭിക്കപ്പെടുന്നു. സാധാരണമായ സുഖം നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ആ സുഖം അതിന് പ്രത്യേകിച്ച് പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. ദുഃഖം പോലെ തന്നെ ആ സുഖവും ഒട്ടും പ്രയത്നം കൂടാതെ നമുക്ക് ലഭിക്കും. എങ്ങനെയാ അത്? നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ കാലശക്തിയാൽ ഫലപ്രദമാകുമ്പോൾ നമുക്ക് സുഖവും ദുഃഖവും അനായാസേന ലഭിക്കും. നമ്മുടെ ഒരു ധാരണയാണ് ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്നത് നമ്മൾ വല്ലാണ്ട് പ്രയത്നിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്നത്. നമ്മളുടെ പ്രയത്നാനുപാതികമല്ല നമുക്ക് കിട്ടുന്ന ഫലം. നമ്മൾ നേരത്തെ ആർജിച്ച കർമ്മത്തിൻ്റെ പരിപൂർത്തീകരണമാണ് നമ്മളിപ്പം അനുഭവിക്കുന്ന സുഖദുഃഖാദികൾ. പക്ഷേ പരമമായ ആനന്ദമാകട്ടെ അത് അത്ര പെട്ടെന്ന് ലഭിക്കുന്നതല്ല. അതാണ് ലഭിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി വിവേകമുള്ളവൻ യജിക്കണം. അതുകൊണ്ട് ഡിസ്ക്രിമിനേറ്റീവ് തോട്ടുള്ളവർ, വിവേകമുള്ളവർ, അവർ ആ പരമമായതിനു വേണ്ടി യത്നിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. സുഹൃത്തേ, ഭഗവാന്റെ പാദപത്മം സേവിക്കുന്ന ആൾ മറ്റു കർമ്മികളെ പോലെ ഒരിക്കലും സംസാരത്തെ പ്രാപിക്കുകയില്ല. ഭഗവാന്റെ പാദപത്മത്തെ സേവിക്കുന്നയാൾ മറ്റ് കർമ്മം ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മറ്റ് കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നതുപോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് പുറമേ നിന്ന് തോന്നിയാലും വാസ്തവത്തിൽ അവർ ചെയ്യുന്ന കർമ്മം വ്യത്യസ്തമാണ്. അവരുടെ കർമ്മം കൊണ്ട് അവർ വീണ്ടും സംസാരത്തെ പ്രാപിക്കുകയില്ല. ഈ സുഖ ദുഃഖ ചക്രത്തിൽ പെടുകയില്ല. പുറമേ നിന്ന് നോക്കിയാൽ സാധാരണ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെയാണ് ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിക്കുന്ന ഒരാളും ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ, ഭഗവാനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നയാളും ഭഗവാനെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നയാളും ചെയ്യുന്ന കർമ്മത്തിന് വ്യത്യാസമുണ്ട്. ഭഗവാനെ ആശ്രയിക്കാത്ത കർമ്മം ചെയ്യുന്നയാൾ വീണ്ടും വീണ്ടും സുഖദുഃഖങ്ങളിൽ പെടുന്നു. പക്ഷേ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചിട്ട് കർമ്മം ചെയ്യുന്നയാൾ ആ സുഖദുഃഖങ്ങളിൽപ്പെട്ട് ഉഴറുന്നില്ല. എന്തെന്നാൽ ശ്രീപാദസേവകനായ ആ പുണ്യാത്മാവ് ആനന്ദസ്വരൂപനായ ഭഗവാനാൽ ആകൃഷ്ടനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ത് ചെയ്യുമ്പോഴും ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിക്ഷിപ്തമാണ്. ആ ഭഗവാൻ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ, ആനന്ദസ്വരൂപനായ ഭഗവാൻ അദ്ദേഹത്തെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ആ ഭഗവാനിൽ ലീനമാണ്. പ്രവൃത്തി ഒരു പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളായിരിക്കാം അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ഭഗവാനിൽ അധിഷ്ഠിതമാണ്. മുക്തിപ്രദനായ അവിടുത്തെ പാദസേവനം കൈവിട്ടു കളയാൻ ആഗ്രഹിക്കില്ല. അയാൾ ഒരു നിമിഷ നേരത്തേക്കു പോലും ഭഗവാന്റെ പാദപത്മങ്ങളെ കൈവിടാൻ ആഗ്രഹിക്കുകയില്ല. ആരാണ് പരമാനന്ദ പ്രാപ്തി വേണ്ടെന്ന് വയ്ക്കുക? അപ്പോൾ ഈശ്വരൻ്റെ പാദപത്മങ്ങളെ സദാ ആശ്രയിച്ചുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സ് നിറയെ, ബുദ്ധി നിറയെ ഭഗവാനായിരിക്കും. അപ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആനന്ദമാണ് ഉണ്ടാവുക. അപ്പോൾ അയാൾ ഏത് പ്രവൃത്തി ചെയ്താലും ആനന്ദത്തിൽ നിന്നാണ് അയാളത് പ്രവർത്തിക്കുന്നത്. ആനന്ദമാണ് ആ പ്രവൃത്തിയെ നിലനിർത്തുന്നത്. ആനന്ദത്തിലേക്ക് അയാൾ തിരിച്ച് ലയിക്കുകയും ചെയ്യും. യാതൊരുവനിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ഭവിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം യാതൊന്നിൽ നിന്നാണോ ഭവിക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ സൃഷ്ടിസ്ഥിതി സംഹാരം ഉണ്ടാകുന്നത്, ആ ഭഗവാനിൽ നിന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ പ്രപഞ്ചമുണ്ടാകുന്നത്. ആ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം.
ഭഗവാൻ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നനാണ്. അപ്പം നമുക്ക് ചെറിയ ഒരു കൺഫ്യൂഷനാവും. ആദ്യം പറഞ്ഞു ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം, പിന്നെ പറയുകയാണ് ഈ ഭഗവാൻ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നനാണ് എന്ന്. ഇതേപോലെ ഒരു ശ്ലോകം നമുക്ക് ഭഗവത്ഗീതയിലും കാണാം. 9-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. മയാ തതം ഇദം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിത. ഈ കാണുന്ന സ്ഥാവരജംഗമങ്ങളായ സകലത്തും പ്രപഞ്ചം എന്നാൽ വ്യാപ്തമാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെ? ഒരു അവ്യക്ത മൂർത്തിയായിട്ട്. ആ അവ്യക്ത മൂർത്തിയാണ് വാസ്തവത്തിൽ അന്തര്യാമി സ്വരൂപനായിട്ട് വർത്തിക്കുന്നത്. നമ്മൾ പാഞ്ചരാത്ര തത്വങ്ങൾ കേട്ടപ്പോൾ, പാഞ്ചരാത്രത്തെപ്പറ്റി ഒരു സംക്ഷിപ്ത വിവരണം കേട്ടപ്പോൾ അതിൽ അന്തര്യാമി സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഈ പലതിനെ സൃഷ്ടിച്ചതിന് ശേഷം അതിലെല്ലാം അവ്യക്തമൂർത്തിയായി ഇദ്ദേഹം നിലകൊള്ളുന്നു. ആ അവ്യക്തമൂർത്തിയാണ് ഇതിനെയെല്ലാം ചലിപ്പിക്കുന്നത്. മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിത. എല്ലാ സ്ഥാവരജംഗമങ്ങളും ആയിട്ടുള്ള എല്ലാം ചരാചരം മുഴുവനും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാനാകട്ടെ അവയിലൊന്നുമില്ല. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം, ഭഗവാൻ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നനാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇതെല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാനാകട്ടെ അവയിലൊന്നുമില്ല. എന്നാൽ വ്യാപ്തമാണ് സർവചരാചരങ്ങളും. അവ്യക്ത മൂർത്തി രൂപേണ എന്നാൽ വ്യാപ്തമാണ് സർവചരാചരങ്ങളും എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയ ചിത്സ്വരൂപനാണ് ഭഗവാൻ, ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ചിദാനന്ദ സ്വരൂപനിൽ ആണ് നമുക്ക് ചേതനമല്ല എന്ന് തോന്നുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. ആ ചിദാനന്ദമാണ് ഈ ചരാചരങ്ങൾക്ക് അധിഷ്ഠാനം. ഈ ചിദാനന്ദമില്ലെങ്കിൽ ഈ ചരാചരാത്മകമായ വിശ്വമില്ല. വിശ്വം എന്നുള്ള പേരും അങ്ങനെയാണ് ഉണ്ടാവുന്നത്, പ്രവേശിച്ചിട്ട്. എന്താണ് പ്രവേശിക്കുന്നത്? അന്തര്യാമി സ്വരൂപേണ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളിലും പ്രവേശിക്കുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഗീത വീണ്ടും പറയും, എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളതായിട്ടുള്ള എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് ഈശ്വരൻ വർത്തിക്കുന്നു. അപ്പോൾ ഈശ്വരൻ ആണ് ഈ കാണുന്നതിൻ്റെ എല്ലാം നിലനിൽപ്പിൻ്റെ കാരണം. മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിത. അവയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല. ഈ കാണുന്ന പ്രപഞ്ചം അല്ല ഭഗവാന്റെ അധിഷ്ഠാനത്തിന് കാരണം. ഭഗവാന്റെ നിലനിൽപ്പിന് കാരണം ഈ പ്രപഞ്ചമല്ല. പ്രപഞ്ചമില്ലെങ്കിലും ഭഗവാനുണ്ട്, പക്ഷെ ഭഗവാനില്ലെങ്കിലോ പ്രപഞ്ചമില്ല. അപ്പം അതാണ് ഗീത 9-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ശ്രീ രാമാനുജാചാര്യരുടെ വ്യാഖ്യാനാനുസൃതമായിട്ടാണ്. ഏകദേശം ഇതേ കാര്യം തന്നെ മറ്റ് ഒരു ഭാഷയിൽ, പ്രത്യഭിജ്ഞ സമ്പ്രദായത്തിൻ്റെ ഭാഷയിൽ രാജാനക രാമകണ്ഠൻ അദ്ദേഹത്തിൻ്റെ സർവതോഭദ്ര വ്യാഖ്യാനത്തിൽ പറയുന്നു. അഭിനവഗുപ്തപാദർ അദ്ദേഹത്തിൻ്റെ ഗീതാവ്യാഖ്യാനത്തിലും പറയുന്നു. അവിടെ പ്രമാതാവ് പ്രമേയം എന്നുള്ള ശബ്ദമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതേ കാര്യം പറയുന്നത്. പ്രമാതാവിൽ ആണ് ഈ പ്രമേയാത്മകമായതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രമേയാത്മകമായതിൽ അല്ല പ്രമാതാവ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, ഭഗവാനിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളത്. ഭഗവാനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ലെങ്കിൽ ഭഗവാൻ ഇല്ലാതെയാകുന്നില്ല. ഭഗവാൻ അപ്പോഴുമുണ്ട്. അപ്പോൾ പ്രപഞ്ചം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു, ഭഗവാൻ പ്രപഞ്ചത്തിൽ അല്ല. അതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം. ഭഗവാൻ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നനാണ്. ഭവാൻ അത് സ്വയം അറിയുന്നു. ഇതൊക്കെ അങ്ങേക്ക് സ്വയം അറിയാം.
അങ്ങേക്ക് അറിയായികയൊന്നുമില്ല, അങ്ങേക്ക് സ്വയം അറിയാം. എന്നാലും ആചാര്യനിൽ നിന്ന് ശ്രുത്യർത്ഥം ഗ്രഹിക്കേണ്ടതാണെന്ന് കാണിക്കുവാനായി അങ്ങയോട് അല്പമൊന്ന് ഉപദേശിച്ചു എന്ന് മാത്രം. ഇത് അങ്ങേക്ക് പുതിയ അറിവൊന്നുമല്ല, ഇത് അങ്ങേക്കറിയാം. എന്നാലും സാമ്പ്രദായികമായിട്ട് ഒരു ഗുരുവിൽ നിന്ന് അറിയേണ്ടതാണ് എന്ന് കാണിക്കുവാനായി അങ്ങയോട് അല്പം ഒന്ന് ഉപദേശിച്ചു എന്ന് മാത്രം. ചാരം മൂടിക്കിടക്കുന്ന കനൽ, അതിനെ വീണ്ടും കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചാരം ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുന്നതും അതാണ്, ആ ചാരം ഒന്ന് ചെറുതായിട്ട് മാറ്റുകയാണ്. കണ്ണാടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളെ മാറ്റിയാൽ അതിൽ പ്രതിബിംബിച്ചിരിക്കുന്നത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് പോലെ. അപ്പോൾ നേരത്തെ അറിയാം, ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്, പുതിയതായിട്ടൊന്നുമില്ല. പക്ഷേ സാമ്പ്രദായികമായിട്ട് ഗുരുമുഖത്തു നിന്ന് വേണം, ആചാര്യനിൽ നിന്ന് ശ്രുത്യർത്ഥം ഗ്രഹിക്കേണ്ടതാണെന്ന് കാണിക്കുവാനായി അങ്ങയോട് അല്പം ഒന്ന് ഉപദേശിച്ചു എന്ന് മാത്രം. അമോഘ ദർശന, അങ്ങ് ജന്മാതിവികാരശൂന്യനാണെങ്കിലും ആത്മാവിനെ പരമപുരുഷൻ്റെ അംശമായി ലോകമംഗളത്തിനു വേണ്ടി സ്വയം ആത്മാവിനെ പരമപുരുഷൻ്റെ അംശമായി ലോകമംഗളത്തിനു വേണ്ടി സ്വയം അവതരിച്ചതാണെന്നറിയുക. അങ്ങ് വാസ്തവത്തിൽ, നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ജന്മാതിവികാരശൂന്യരാണ്. നമ്മൾ വാസ്തവത്തിൽ ജനിച്ചിട്ടുമില്ല, മരിക്കാനും പോകുന്നുമില്ല. എപ്പോഴും ഉള്ളതിൻ്റെ അവസ്ഥാന്തരം മാത്രമാണ് ഈ കാണുന്നതെല്ലാം. അപ്പം അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് വാസ്തവത്തിൽ ജന്മാതിവികാരശൂന്യനാണെങ്കിലും ആത്മാവിനെ പരമപുരുഷൻ്റെ അംശമായി ലോകമംഗളത്തിന് വേണ്ടി സ്വയം അവതരിച്ചതാണെന്നറിയുക. അപ്പോൾ പിന്നെ എന്തിനാ ഈ ഒരു വ്യക്തമായ രൂപമെടുത്തിരിക്കുന്നത്? ലോകമംഗളത്തിനു വേണ്ടി, ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് സാമാന്യമായത് വിശേഷമായി തീരുന്നത്. നമ്മൾ ഓരോരുത്തരും അതേപോലെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ഈശ്വരൻ്റെ അവ്യക്തസ്വരൂപനായ ഈശ്വരൻ്റെ വ്യക്തസ്വരൂപമാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തമായിരിക്കുന്നത് നമ്മൾ വ്യക്തമാകുന്നതിനോടൊപ്പം വ്യക്തമായ പ്രപഞ്ചത്തിൻ്റെ, അതാണ് ലോകം, അതിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ടാണ്. അതിനാൽ മഹാപ്രഭാവനായ ഭഗവാന്റെ മഹിമ തന്നെ പ്രധാനമായി വർണ്ണിക്കപ്പെടട്ടെ. അതുകൊണ്ട് ഇവിടെ വർണ്ണിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, സ്തുതിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, വിവരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, അറിയിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, അറിയപ്പെടേണ്ടതായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്, ഈശ്വരനെയാണ്. അതുകൊണ്ട് സർവദാ വിവരിക്കുകയും വർണ്ണിക്കുകയും മഹിമ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ദിവ്യ യശസ്സോടുകൂടിയ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെ വർണ്ണിക്കുക എന്നതു തന്നെയാണ് മനുഷ്യരാശിയുടെ തപസ്സിൻ്റെയും അധ്യയനത്തിൻ്റെയും വിവിധ കർമ്മങ്ങളുടെയും മന്ത്രജപത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദാനത്തിൻ്റെയും എല്ലാം പരമഫലം എന്ന് മഹാത്മാക്കൾ നിരൂപണം ചെയ്തിരിക്കുന്നു. ദിവ്യ യശസ്സോടുകൂടിയ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ യശസ്സ് ദിവ്യമായതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് കീർത്തിച്ചു കൂട്ടേണ്ടതായിട്ടില്ല. അത് ഓൾറെഡി വളരെ കൂടുതലാണ്, ഇൻഫിനിറ്റാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെ വർണ്ണിക്കുക എന്നുള്ളതാണ്. അത് വർണ്ണിക്കുമ്പം നമുക്ക് എന്താ ലഭിക്കുക? അത് വർണ്ണിക്കുമ്പം ആനന്ദമാണ് ലഭിക്കുക. നമുക്ക് ഇഷ്ടമുള്ളവരുടെ ചേഷ്ടകളെ വർണ്ണിക്കുമ്പം നമ്മളിൽ ആനന്ദം ഉണ്ടാകുന്നത് പോലെ, മക്കളുടെ വികൃതികൾ വർണ്ണിക്കുമ്പോൾ, കാമുകന്മാർ പരസ്പരം ചെയ്ത ചേഷ്ടകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ കാര്യങ്ങൾ തമ്മിൽ പറയുമ്പോൾ ഒക്കെ നമ്മളിൽ ഉണ്ടാവുക ആനന്ദമാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് വേറൊരാൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരിക. പക്ഷെ നമ്മുടെ കൊച്ചുമക്കൾ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, ഇവരൊക്കെ കാമുകന്മാർ പ്രേമമുള്ള സമയത്ത് ഇവരെല്ലാം പറഞ്ഞതു കേൾക്കാതെ പോകുന്നതിലും സന്തോഷിക്കും. നമ്മൾ പറഞ്ഞത് കേട്ടില്ല നമ്മുടെ കൊച്ചുമക്കൾ എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും എന്ന് സന്തോഷത്തോടു കൂടിയാണ് പറയുക. അപ്പം ഇഷ്ടമുള്ളതിൻ്റെ ചേഷ്ടകളുടെ വർണ്ണന ആനന്ദപ്രദമാണ്.
അപ്പോൾ ഈ ദിവ്യ യശസ്സോടുകൂടിയ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെ വർണ്ണിക്കുക എന്നത് തന്നെയാണ് മനുഷ്യരാശിയുടെ ലക്ഷ്യം. എന്താ കാരണം? അതിൽ വർണ്ണിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ വീണ്ടും 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 എത്ര പ്രാവശ്യമാണ് പറയുക, എന്നാലും ഒരു മടുപ്പ് വരില്ല, സന്തോഷം ഉണ്ടാകും. അതുപോലെയാണ് ഭഗവാന്റെയും കാര്യം. അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക എന്നത് തന്നെയാണ് മനുഷ്യരാശിയുടെ തപസ്സിൻ്റെയും അധ്യയനത്തിൻ്റെയും വിവിധ കർമ്മങ്ങളുടെയും മന്ത്രജപത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദാനത്തിൻ്റെയും എല്ലാം പരമഫലം. ഇതെല്ലാം എന്തിനാണ് ചെയ്യണത്? ഇതെല്ലാം ചെയ്യുന്നത് ആനന്ദം അനുഭവിക്കാനാണ്. ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ, ഭഗവാന്റെ സർവ്വഗുണങ്ങളെയും വർണ്ണിക്കുന്നതിലൂടെ എന്താ ലഭിക്കുന്നത്? ആനന്ദമാണ് ലഭിക്കുന്നത്. അപ്പോൾ മറ്റ് പ്രവർത്തികൾ ആയാസകരമാണ്. അധ്യയനം ചെയ്യുക, തപസ് ചെയ്യുക, വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, മന്ത്രജപം ചെയ്യുക, ജ്ഞാനം, ദാനം, ഇതെല്ലാം ക്ലേശകരമാണ്. നേരെ മറിച്ച് ഭഗവാന്റെ ഭക്തവാത്സല്യാദി വർണ്ണന അനായാസമാണ്. നമ്മുടെ കൊച്ചുമക്കളുടെ വിശേഷങ്ങൾ പറയുന്നത്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ വികൃതികളെക്കുറിച്ച് പറയുന്നത് ആയാസരഹിതമായതാണ്. അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടുമ്പോൾ അനായാസമായി ആനന്ദം ലഭിക്കും. ബാക്കി എല്ലാ കർമ്മങ്ങളും ആയാസകരം കൂടി ആണ്. മുനിയെ, ഞാൻ പണ്ട് പൂർവജന്മത്തിൽ വേദവാദികളായ മുനീശ്വരന്മാരെ സേവിച്ചു കൊണ്ടിരുന്ന ഒരു ദാസിയിൽ നിന്ന് ജനിച്ചവനാണ്. ഇനി തൻ്റെ ഓട്ടോബയോഗ്രഫി പറയുകയാണ്, തൻ്റെ ആത്മകഥ പറയുകയാണ് നാരദൻ വ്യാസഭഗവാനോട്. മുനിയെ, ഞാൻ പണ്ട് പൂർവജന്മത്തിൽ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് മുമ്പ് വേദവാദികളായ മുനീശ്വരന്മാരെ സേവിച്ചു കൊണ്ടിരുന്ന ഒരു ദാസിയിൽ ജനിച്ചവൻ ആണ്. വളരെ ക്ലിയറായിട്ടാണ് കാര്യം പറയണത്. എങ്ങനെയാ? ഞാൻ ആരുടെ മകനായിരുന്നു? ഞാൻ ദാസിയുടെ മകനായിരുന്നു.